ചോളിട്ട് ആ ചോറ്റയ്ക്ക് ഫുള്ളായിട്ട് അങ്ങനെ തട്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി നേരെ നമ്മൾ തീമക്ക തന്നെ പിന്നെ എടുത്ത് വെച്ചിട്ടോ. തീമക്ക തന്നെ എടുത്ത് വെച്ചാട്ട് അമ്മക്കുട്ടി ഉണ്ടായിരുന്നിട്ട് ആ മൂലയിൽ അടുത്തായിട്ട് നേരെ ബിരിയാണി പാത്രത്തിൻ്റെ നെറുക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടോ. എത്തേലും ഒരു കനം വെക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് വെക്കണത്. ഞാൻ കണലത്ത് കിടന്നിട്ട് ഇങ്ങനെ ആ നെച്ചും അതേപോലെ ആ ബിരിയാണി മസാലയൊക്കെ ഒന്നേക്ക് പൊടിച്ച് വരണം കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ നേരെ തിരുമ്പി കുളിച്ചാൻ വേണ്ടി പോയിട്ടോ. തിരുമ്പി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ബിരിയാണി അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ തന്നെ വെച്ച് പണിക്കോ ആൾ നേരമായി ഉണ്ടായിട്ടോ. ബിരിയാണി ചെമ്പാട് പൊട്ടിച്ചവൻ്റെ മക്കളെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മണം അങ്ങനെ വരുന്നുണ്ട്. ഇനി ബിരിയാണി അതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ആ മഞ്ഞ കളറൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആട്ടട്ടോ. അപ്പോഴേ ആ ബിരിയാണിൻ്റെ ഒരു കളർ ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ. കുറേ നേരം ഇളക്കി ഇവിടെ കുത്തിരുന്നുണ്ട്. പണിക്കോ ആ നേരം വെക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് ഇളക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നേരെ ഇളാപ്പൻ്റെ ബായമേ പോയിട്ട് ഇള്ളിലേക്ക് നല്ലൊരു ഇല നോക്കി വെട്ടി കൊണ്ടുവന്നിട്ടോ പുജിനകത്ത്. എന്നിട്ട് അത് നല്ലോണം തീമയെ വെച്ച് ബാട്ടിയെടുത്ത് അയച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ചോറ് ഇങ്ങോട്ട് ഞാൻ അയക്ക് വിളമ്പിട്ടോ. ബിരിയാണി ചോറ് കുറച്ച് തോനെ ചോറ് എടുത്തതിന് കേട്ടോ. ചോറ് അവിടെ ഉള്ളവർക്കും വേണ്ടി വരും. നമ്മളവിടെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ 4 തലക്കുന്ന ഓരോരുത്തരെ കജ്ജി ഇങ്ങോട്ട് വരും കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ എല്ലാവരും ഇങ്ങനെ ബട്ടത്തെ കൂടി കുത്തിരുന്നാട്ട് തിന്നാലൊക്കെ. അങ്ങനെ ചോറ് ഒരു 4 ആൾക്കുള്ളതൊക്കെ ഞാൻ ആ ബായൻ്റെലേക്ക് വിളമ്പിട്ടോ. പിന്നെ അതിൻ്റെ നെറുവിൽ നമ്മളെ ചെമ്മീൻ മസാല ഇട്ടോ. ചെമ്മീൻ മസാല അതിൻ്റെ നെറുവിൽ നല്ലോണം വിളമ്പി വെച്ച് കൊടുത്തിട്ടോ. എന്തോ ഒരു മണമാണ് ഇതിനെ അറിയോ. വിളമ്പുമ്പം തന്നെ നല്ല ബിരിയാണിൻ്റെ മണം മൂക്കൊക്കെ ഇങ്ങോട്ട് അടിച്ച് കയറുകയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് തന്നെ 5 രൂപക്കാരല്ലേ ഉണ്ടാക്കൽ ബിരിയാണി. എങ്ങനെ ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടോളിട്ടോ. ഇതിൻ്റെ കുറ്റം കുറവൊക്കെ ആവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളി. കാരണം അടുത്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഉഷാറാക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞൊക്കെ വേണ്ടിവരും കുറേ നോക്കുക. പിന്നെ ഞാൻ കുറച്ച് തൈരും വിളമ്പിട്ടോ. തൈരും അച്ചാറും ഒക്കെ വിളമ്പി. ഇത് ഞാൻ വാങ്ങിയ അച്ചാറാണ് കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയ അച്ചാറൊന്നും അല്ലേ. ഉണ്ടാക്കി വെച്ചതിന് അച്ചാറൊക്കെ വേഗം തലവഞ്ഞ് കഴിഞ്ഞാണ് കേട്ടോ. അച്ചാറിന് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിയാലും ഇവിടെ അച്ചാർ തയ്യൂല കേട്ടോ ആർക്കും. അങ്ങനെ ആ ബായൻ്റെലൊക്കെ ഒരു പേപ്പറിലാക്കിയിട്ട് നല്ലോണം കെട്ടി പൊതിഞ്ഞിട്ടോ. ശരിക്കും ഒരു പൊതിച്ചോറ് മോഡലാക്കി ഞാൻ ചൂടോടൊക്കെ അങ്ങനെ ആ ബായൻ്റെല നിൽക്കുമ്പോഴേ ആ ബായൻ്റെലൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇങ്ങോട്ട് കിട്ടും കേട്ടോ നമ്മൾ തുറക്കുമ്പം. അപ്പം നല്ല രസം ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ ഒരു കവറിലാക്കിയിട്ട് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിമേ കയറി ഒരുങ്ങി പോലെ എടുത്തിട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആദ്യം തന്നെ ഹോസ്പിറ്റലിലെത്തിയിട്ട് നേരെ പഞ്ച് ചെയ്ത് പിന്നെ നേരെ പള്ളിക്കൊക്കെ പോയത്. ജുമ ഉണ്ടാവുമല്ലോ. ജുമ കഴിഞ്ഞ് പിന്നെ നേരെ വന്നിട്ടോ നമ്മളെ ചോറ്റുംപരേക്ക് എത്തിയിട്ട് തന്നെ നേരെ ചോറ്റുംപൊതി ഇങ്ങോട്ട് തുറന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ബാൻ്റെ ഇലയിൽ എത്തള്ള വിചാരിച്ചിട്ട് തുറന്നിട്ട് നോക്കിയപ്പോൾ നമ്മളെ ബിരിയാണിക്ക് ഒന്നും കൂടി സെറ്റായി വന്നതിന് കേട്ടോ. ആ ബാൻ്റെ ഇലയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ടൊടിച്ചിട്ട് 4 സാരമില്ല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവരും കൊണ്ടും ഭാര്യ എടുക്കാൻ പറഞ്ഞിട്ടോ. മാണ്ടിയോലൊക്കെ അങ്ങനെ ഓരോ തലക്കുന്ന ഓരോ കജ്ജുമായിട്ട് ബെരലെടുത്ത് തിന്ന് കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർ നല്ല രസമുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചൂറ്റായിട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ആകേണ്ടത്. ഞാൻ അടുത്ത ഇൻഷാ അല്ലാഹ് നമുക്ക് മന്തിയാക്കാന്നാൽ. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അവിടെ എന്നും മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും കറുത്തിയൊക്കെ തന്നെയാണോ എന്ന്. അത് മാത്രമൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ചേക്കത്തത് ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു രസം വേറെ തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തീറ്റി കഴിഞ്ഞിട്ട് യുദ്ധത്തിന് ഇറങ്ങിയിട്ടോ.